ഓക്കെ ഞാനൊരുണ്ട് എടുക്കണ്ട കേട്ടോ. ഓക്കെ എടുക്കട്ടെ. അപ്പോൾ മത്സരത്തിൻ്റെ കുറേ അധികം എന്താ പറയുക കണ്ടീഷൻസും കാര്യങ്ങളെ പറ്റിയൊക്കെ ആദ്യം അവർ പറയുന്നുണ്ട്. അതായത് കുടകിലുള്ള നാസർക്ക എന്ന് പറയുന്ന ഒരാളാണ്. പുള്ളി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിലും പ്രശ്നങ്ങളിലും പെടുന്നു. പുള്ളി അദ്ദേഹത്തിൻ്റെ വീട് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡിങ് പരിപാടിയാണ്. അതായത് വീടുകൾ ഇതേപോലെ എന്താ പറയുക ലക്കി ഡ്രോയിലൂടെ നറുക്കെടുത്തുകൊണ്ട് വിജയികൾക്ക് നൽകുന്ന ആളുകളിൽ നിന്ന് പണം സമാഹരിക്കുന്ന ഒരു പരിപാടി. അപ്പോൾ ഈ നാസർക്ക കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടിലും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു അദ്ദേഹത്തിൻ്റെ വീട് ഇതേപോലെ ലക്കി ഡ്രോയിൽ വയ്ക്കുകയും കൂടെ ഒരുപാട് വേറെയും സമ്മാനങ്ങൾ ഏർപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അനൗൺസ് ചെയ്യുന്നത് ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ പേജിലൂടെയാണ്. സാധാരണ കുഞ്ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾക്കൊക്കെ താഴെ വന്ന് ഇഷ്ടം പോലെ കമൻറ്റിൽ തെറി വിളിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെയാണ് അല്ലേ, ഒരുപാട് ആളുകളാണ് നമ്മളൊക്കെ കാണാറുണ്ട്. കുഞ്ഞാൻ്റെ പേജിൽ ഞാനും ഇടയ്ക്കൊക്കെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളൊക്കെ ഇടാറുണ്ട്. നമ്മൾ ഈ തെറി വിളിക്കാനൊന്നും പോകാറില്ല എന്തായാലും. അപ്പോൾ ഈ തരത്തിൽ ഒരുപാട് കമൻറ്റുകൾ വരുന്നു, കാര്യങ്ങൾ വരുന്നു, ഒക്കെയും വരുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയും കുഞ്ഞാൻ്റെ ഒരു ശൈലി വേറെ ഒരു ലെവലിലാണല്ലോ, എല്ലാവർക്കും അറിയാം. നിലവിളിച്ചുകൊണ്ടുള്ള ഒരു വ്ളോഗിങ് രീതിയൊക്കെയാണ് പുള്ളി പിന്തുടരുന്നത്. പുള്ളിക്കും ഫാമിലിക്കും ഒക്കെ തെറി കിട്ടാറുണ്ടല്ലോ. എന്തായാലും സംഭവിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ ആ ഒരു ലക്കി ഡ്രോ എടുക്കാൻ വേണ്ടി അവർ തയ്യാറാകുന്നു. ഒരു അതിന് ഡേറ്റ് അവർ പ്രഖ്യാപിച്ച ഡേറ്റിൻ്റെ അടുത്തെത്തുമ്പോഴേക്ക് ഏകദേശം ഒരു 4 ദിവസം മുമ്പ് വരെ അവർക്ക് ആ ഒരു എന്താ പറയുക ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു വീഡിയോ വരുന്നു. ഇതൊക്കെ കുഞ്ഞാൻ്റെ പേജിലൂടെ തന്നെ വരുന്നുണ്ട്. വേറെയും ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ. പക്ഷേ ഒരിക്കലും ഇത് കൺഫേം ചെയ്ത് അവർക്കതൊരു അവരുദ്ദേശിച്ച ടാർഗറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അതിനിപ്പോൾ കുഞ്ഞാൻ്റെ പേജിൻ്റെ പ്രശ്നമാണോ എന്തോന്ന് അറിയില്ല. എന്തായാലും ആളുകൾ അത്രത്തോളം വലിയൊരു പ്രാധാന്യം അല്ലെങ്കിൽ ഒരു പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ എന്തായാലും ഒരു 7000-ലധികം ആളുകൾ പങ്കെടുത്തു, ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ വന്നിരുന്നു കുഞ്ഞാൻ്റെ തന്നെ. അതിനുശേഷം 4 ദിവസം കഴിഞ്ഞാണ് നറുക്കെടുപ്പ്. അപ്പോൾ കുഞ്ഞാൻ്റെ പേജിൽ തന്നെ ഇത് ലൈവായിട്ട് കാണിച്ചിരുന്നു. ആ ലൈവിൽ കുഞ്ഞാൻ 1ാം സമ്മാനം എടുക്കുന്നുണ്ട്. അപ്പോൾ 1ാം സമ്മാനം കുഞ്ഞാൻ തന്നെയാണ് എടുക്കുന്നത്. അത് വേണ്ടാത്തൊരു പണിയായിപ്പോയി എന്ന് നമുക്ക് ഇതിനോട് കൂടെയുള്ള ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ അതിൽ എന്തൊക്കെയോ